നോക്കട്ടെ പ്രേക്ഷകരെ, നമ്മൾ ഈ CPM-നുള്ളിൽ നടക്കുന്ന വിമർശനങ്ങൾ, ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകുന്ന വിമർശനങ്ങൾ ഇങ്ങനെ സംസാരിച്ച് വരികയാണല്ലോ. ആലുവയിലുണ്ട് കേട്ടോ. ആലുവയിൽ AM ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPIM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും രൂക്ഷ വിമർശനമാണ്. ജില്ലയിൽ മത്സരിക്കാൻ ആളില്ലെന്നൊരു പ്രതീതി ഉണ്ടാക്കിയെന്നാണ് അംഗങ്ങളുടെ വിമർശനം. വൈപ്പിനിൽ ഉണ്ണികൃഷ്ണനെ മാറ്റിയത് വലിയ അബദ്ധമായെന്നും സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ സെക്രട്ടറി ഒറ്റയ്ക്ക് തയ്യാറാക്കിയെന്നും വിമർശനം ഉയരുന്നുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. സഹിൻ, എല്ലായിടത്തും ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് എറണാകുളത്ത്. തീർച്ചയായിട്ടും സേതു. അതായത് എറണാകുളം ജില്ലയിൽ 14 മണ്ഡലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 14 മണ്ഡലങ്ങളിലും പാർട്ടി അമ്പെ പരാജയപ്പെട്ടു. വലിയ പരാജയമാണ് CPM-ന് എറണാകുളം ജില്ലയിൽ ആകമാനം നേരിടേണ്ടി വന്നത്. ഒരിടത്ത് പോലും ഒരു നേരിയ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു ശതമാനമോ അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ CPM-ലെ അണികളും പ്രവർത്തകരും നേതാക്കളും എല്ലാം കടുത്ത അമർഷത്തിലാണ്. എന്തായാലും എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും കഴിഞ്ഞ 2 ദിവസമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി രൂക്ഷ വിമർശനമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലും കമ്മിറ്റിയിലും ആകമാനമുണ്ടായത്. ജില്ലാ സെക്രട്ടേറിയറ്റിലും കമ്മിറ്റിയിലും ഉയർന്നു വന്ന വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ടത് ആലുവയിൽ AM ആരിഫിനെ മത്സരിപ്പിച്ചത് വലിയ അബദ്ധമുണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. അത് ജില്ലയിൽ മത്സരിക്കാൻ ആളുകളില്ല എന്നൊരു പ്രതീതി വളർത്തി എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു കാര്യം പറയുന്നത്, തൃപ്പൂണിത്തുറയിൽ അനിൽകുമാറിനെ മത്സരിപ്പിക്കാതിരുന്നത് നേതാക്കളുടെ പിടിവാശി കൊണ്ടാണ്. അദ്ദേഹത്തോടുള്ള വാശി കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കാതിരുന്നത്. അത് ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതിന് കാരണമാക്കി. KN ഉണ്ണികൃഷ്ണനെ വൈപ്പിനിൽ നിന്ന് മാറ്റിയത് മറ്റൊരു സീറ്റിന്റെ പരാജയത്തിന് കാരണമാക്കി. വൈപ്പിനിൽ നിന്നുള്ള മുതിർന്ന അംഗമായിട്ടുള്ള S ശർമ്മയോട് പോലും കൂടിയാലോചന നടത്താതെയാണ് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത്. മാത്രമല്ല 30 വർഷമായി സംസ്ഥാന കമ്മിറ്റിയിൽ അടക്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന K ചന്ദ്രൻ പിള്ളയോട് പോലും അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലെ ഒരംഗത്തോട് പോലും ആലോചിക്കാതെയാണ് ജില്ലാ സെക്രട്ടറി നേരിട്ട് 14 സ്ഥാനാർത്ഥികളെ നിർണയിച്ചത് എന്നുള്ളതാണ് മറ്റൊരു വിമർശനം. കൂടാതെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചിട്ടുള്ള P രാജീവ്, CN മോഹനൻ, M സ്വരാജ്, ഈ 3 പേർ തന്നെ ചർച്ചയിലും നേതൃത്വം വഹിക്കാനെത്തിയത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി. ഈ 3 പേരും വന്നാൽ ആരോടാണ് കാര്യങ്ങൾ പറയുക? അതായത് ഈ പറയുന്ന ആൾ തന്നെ, ശിക്ഷിക്കുന്ന ആൾ തന്നെ രക്ഷിക്കാനും എത്തിയാൽ പിന്നെ എന്ത് ചെയ്യുമെന്നുള്ളതാണ് അംഗങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ മറ്റു നേതാക്കളെ കൊണ്ടുവരണം ഇക്കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആവശ്യവും നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. എന്തായാലും ഇന്നും ജില്ലാ കമ്മിറ്റി തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിലടക്കം പാളിച്ച സംഭവിച്ചു എന്നുള്ളതാണ് കടുത്ത വിമർശനമായിട്ടുള്ളത്. സേതു.